ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് നമ്മൾ ഇതിന് മുന്നത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. 2024 ജനുവരി മാസത്തിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കറണ്ട് അഫയേഴ്സ് തിരഞ്ഞെടുത്താണ് നമ്മൾ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: UAE-യുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നെയ്ദി. സുൽത്താൻ അൽ നെയ്ദിയാണ് UAE-യുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി. രണ്ടാമത്തെ ചോദ്യം: മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ഉള്ള വയർലെസ് സംവിധാനമാണ് ന്യൂറാലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വയർലെസ് സംവിധാനമാണ് ന്യൂറാലിങ്ക്. മൂന്നാമത്തെ ചോദ്യം: ഇപ്പോഴത്തെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ആര്? ഷെറിംഗ് ടോങ്ബെ ആണ്. ഇപ്പോഴത്തെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ആരാണ്? ഷെറിംഗ് ടോങ്ബെ. നാലാമത്തെ ചോദ്യം: ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി യോഷിമി യമാഷിത. ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമാഷിത. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെയും മറികടന്ന് ഇന്ത്യയുടെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആർ പ്രജ്ഞാനന്ദയാണ്. 2024 ജനുവരിയിൽ ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെയും മറികടന്ന് ഇന്ത്യയുടെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദ. ആറാമത്തെ ചോദ്യം: 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ ആയിരുന്നു വേദി. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശ്, അവിടുത്തെ ഇറ്റാനഗറിൽ. ഏഴാമത്തെ ചോദ്യം: ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമേത്? പെരെഗ്രിൻ. ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പെരെഗ്രിൻ. പെരെഗ്രിൻ. എട്ടാമത്തെ ചോദ്യം: ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചൂട് ഏറിയ വർഷമായി രേഖപ്പെടുത്തിയത് 2023 2023. ഒൻപതാമത്തെ ചോദ്യം: 2024 ജനുവരിയിൽ ഹെങ്ക് ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? UK-യിലാണ്. UK. 2024 ജനുവരിയിൽ ഹെങ്ക് ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? UK ആണ്. പത്താമത്തെ ചോദ്യം നോക്കാം. ആദ്യമായി ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്കയാണ്. ആദ്യമായി ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. 11ാമത്തെ ചോദ്യം നോക്കാം. ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപ്പാദകർ ആപ്പിൾ. ആപ്പിളാണ്. ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപ്പാദകർ ആരാണ്? ആപ്പിളാണ്. 12ാമത്തെ ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് LIC ഓഫ് ഇന്ത്യയാണ്. LIC ഓഫ് ഇന്ത്യ. 2024 ജനുവരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് LIC ഓഫ് ഇന്ത്യ. 13ാമത്തെ ചോദ്യം: 2024 അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചാണ്. 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം വികസിത് ഭാരത് ലോകതന്ത്ര കി മാതൃക. വികസിത് ഭാരത് ലോകതന്ത്ര കി മാതൃക, ഇതാണ് പ്രമേയം. 14ാമത്തെ ചോദ്യം നോക്കാം. 2023 ഡിസംബറിൽ അന്തരിച്ച കർണാടക സംഗീതജ്ഞനാണ് OS ത്യാഗരാജൻ. 2023 ഡിസംബറിൽ അന്തരിച്ച കർണാടക സംഗീതജ്ഞനാണ് ആരാ? OS ത്യാഗരാജൻ. 15ാമത്തെ ചോദ്യം: 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ. 16ാമത്തെ ചോദ്യം നോക്കാം. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് INS സുമിത്ര. INS സുമിത്ര. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ
ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് INS സുമിത്ര. 17ാമത്തെ ചോദ്യം നോക്കാം. 2024 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം നത്തിങ് ലൈവ് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. കേട്ടോ, നത്തിങ് ലൈവ് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ് 2024 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം. 18ാമത്തെ ചോദ്യം നോക്കാം. ശ്രീ ശങ്കര പുരസ്കാരം നേടിയത് ISRO ചെയർമാനായ S സോമനാഥനാണ്. കേട്ടോ, 2024 ശ്രീ ശങ്കര പുരസ്കാരം നേടിയത് ISRO ചെയർമാനാണ് S സോമനാഥാണ്. കേട്ടോ. 19ാമത്തെ ചോദ്യം. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആണ് AR റഹ്മാൻ. കേട്ടോ, അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാരാണ്? AR റഹ്മാൻ. 20ാമത്തെ ചോദ്യം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഫെർട്ടിലൈസിങ് ദ ഫ്യൂച്ചർ, ഭാരത്സ് മാർച്ച് ടുവേർഡ്സ് ഫെർട്ടിലൈസർ സെൽഫ് സഫിഷ്യൻസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഈ വകുപ്പ് കൈകാര്യം ചെയ്താണ്, ഫെർട്ടിലൈസിങ് എന്നുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു മൻസുഖ് മാണ്ഡവ്യ. കേട്ടോ, മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം എഴുതിയ പുസ്തകമാണിത്. 21ാമത്തെ ചോദ്യം. നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കുവാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് പ്രേരണ. നരേന്ദ്രമോദി പഠിച്ച സ്കൂള്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് പ്രേരണ. 22ാമത്തെ ചോദ്യം നോക്കാം. വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ പുതിയ പദ്ധതിയാണ് മൂല്യപ്രവാഹ 2.0. വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ പുതിയ പദ്ധതിയാണ് മൂല്യപ്രവാഹ 2.0. 23ാമത്തെ ചോദ്യം. അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി അരുൺ യോഗി. അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? അരുൺ യോഗി. 22ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ പുതിയ പദ്ധതി മൂല്യപ്രവാഹ 2.0. 24ാമത്തെ ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി ചുമതല ഏറ്റ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് PB വരാലെ. കേട്ടോ, PB വരാലെ. 2024 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരെന്ന് പറഞ്ഞാൽ PB വരാലെ. 25ാമത്തെ ചോദ്യം. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബൈദാർ ആരാണ്? പ്രീത. കേട്ടോ, പ്രീത. വനിതാ സുബൈദാറാണ് പ്രീത. 26ാമത്തെ ചോദ്യം. ആദിവാസി ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ്. കേട്ടോ, ഹേമന്ത് സോറൻ. അദ്ദേഹം വീണ്ടും ജയിൽ മോചനായിട്ട് വീണ്ടും മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. കേട്ടോ. 27ാമത്തെ ചോദ്യം നോക്കാം. വേൾഡ് പാര അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? ശീതൽ ദേവി, ജമ്മു കാശ്മീറാണ്. കേട്ടോ, വേൾഡ് പാര അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ച ആരാണ്? ശീതൽ ദേവിയാണ്, ജമ്മു കാശ്മീർ. 28ാമത്തെ ചോദ്യം നോക്കാം. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാണ് ബസവേശ്വര. കേട്ടോ, 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാണ് ബസവേശ്വര. 29ാമത്തെ ചോദ്യം. IT പ്രൊഫഷണൽ ആയ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഷീ ഹബ്ബ്. കേട്ടോ, ഷീ ഹബ്ബ്. 30ാമത്തെ ചോദ്യം. കേരളത്തിൽ ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച പ്രോസസ്സറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച പ്രോസസ്സർ ആണ് എന്ന് പറഞ്ഞാൽ കൈരളി. 31ാമത്തെ ചോദ്യം. കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്ന് കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടിയാണ് ടെറാ മാരിസ്. കേട്ടോ, ടെറാ മാരിസ്. കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്ന് കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടിയാണ് ടെറാ മാരിസ്. കേട്ടോ, ടെറാ മാരിസ്. 32ാമത്തെ ചോദ്യം.
പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചുപോയി. അവരുടെ പേരാണ് കുറുമാട്ടി. ജീവിച്ചിരുന്ന കഥാപാത്രം എന്നാണ്. പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരെന്താണ്? കുറുമാട്ടി കേട്ടോ. കുറുമാട്ടി എന്നാണ്. രാഗിണി എന്നാണ് അവരുടെ യഥാർത്ഥ നാമം കേട്ടോ, രാഗിണി. 33-ാമത്തെ ചോദ്യം, കഥകളിലെ സജീവ സാന്നിധ്യം കൊട്ടാരക്കര ഭദ്ര കേട്ടോ. കൊട്ടാരക്കര ഭദ്ര ഓർമ്മയായി. ഇവിടെ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ഓർത്തിരിക്കുക കേട്ടോ, കഥകളി. 34-ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ്. തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ്. 35-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത് എവിടെയാണ്? കേരളമാണ്. ജനുവരി 23-നാണ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം നിർവഹിച്ചാരാണ്? പിണറായി വിജയൻ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത് കേരളമാണ്. എന്നായിരുന്നു അത്? 2024 ജനുവരി 23-നായിരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തതാരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. 36-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ഏതാണ്? ബംഗളൂരു. ബംഗളൂരുവിലെ അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് ഇത് നിലവിൽ വന്നത്. 37-ാമത്തെ ചോദ്യം നോക്കാം. അടുത്തിടെ കന്നഡയിലും സംസ്കൃതത്തിലും എഴുതിയ AD 10-ാം നൂറ്റാണ്ടിലെ കദംബലിഖിതം കണ്ടെത്തിയത് എവിടെയാണ്? ഗോവയിലെ കക്കോടയിലെ മഹാദേവ ക്ഷേത്രത്തിൽ കേട്ടോ. ഗോവയിലെ കക്കോടയിലെ മഹാദേവ ക്ഷേത്രത്തിലാണ് കണ്ടെത്തിയത്. 38-ാമത്തെ ചോദ്യം, ഭൗമസൂചിക പദവി ലഭിച്ച ഫൂൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് കേട്ടോ. പഞ്ചാബ്. ഭൗമസൂചിക പദവി ലഭിച്ച ഫൂൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 39-ാമത്തെ ചോദ്യം, മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ് കേട്ടോ. ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ്. 40-ാമത്തെ ചോദ്യം, ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം. ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം. 41-ാമത്തെ ചോദ്യം, ആ നദിയുടെ പേര് ചോദിക്കരുത് എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ഷീല ടോമി കേട്ടോ. ഷീല ടോമിയാണ്. ആ നദിയുടെ പേര് ചോദിക്കരുത് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഷീല ടോമി. 42-ാമത്തെ ചോദ്യം, സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. 43-ാമത്തെ ചോദ്യം നോക്കാം. നഗരസഭാ സേവനങ്ങൾ ഒറ്റ ക്ലിക്ക് ദൂരത്തിൽ എത്തുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. ഇത് ഉദ്ഘാടനം ചെയ്തതാരാണ്? പിണറായി വിജയനാണ്. ഇതിൻ്റെ കെ സ്മാർട്ട് ആപ്പ് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി പി രാജീവാണ് കേട്ടോ. കെ സ്മാർട്ട് ആപ്പ് ഉദ്ഘാടനം ചെയ്തതാരാണ്? മന്ത്രി പി രാജീവും ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനുമാണ്. 44-ാമത്തെ ചോദ്യം നോക്കാം. കുമാരനാശാൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കേട്ടോ. കുമാരനാശാൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. മഹാകവി കുമാരനാശാൻ്റെയും 23 സഹയാത്രികരുടെയും ജീവനെടുത്ത പല്ലനയാറ്റിലെ റെഡിമർ ബോട്ട് ദുരന്തത്തിന് 100 വർഷം തികയുന്നു ഈ 2024 ആകുമ്പോൾ കേട്ടോ. 1924 ആ ദുരന്തം നടന്നത്. 45-ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരാണ്?
പ്രൊഫസർ ബി ആർ കാംബോജ് കേട്ടോ. പ്രൊഫസർ ബി ആർ കാംബോജ് ആണ്. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയവരാണ് പ്രൊഫസർ ബി ആർ കാംബോജ്. 46ാമത്തെ ചോദ്യം, പത്രപ്രവർത്തകനായ N രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷൻ പൊതുപ്രവർത്തനത്തിനുള്ള N രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിനാണ് കേട്ടോ. ശശി തരൂരിനാണ് ലഭിച്ചത്. 47ാമത്തെ ചോദ്യം, മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുസ്കാൻ സർട്ടിഫിക്കേഷൻ കേട്ടോ. 48ാമത്തെ ചോദ്യം, സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് UV ജോസ് കേട്ടോ. സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് UV ജോസ്. 49ാമത്തെ ചോദ്യം, 1 ലക്ഷത്തിനും മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ആലപ്പുഴയാണ്. 1 ലക്ഷത്തിനും മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? ആലപ്പുഴ. 1 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം വർക്കല. 50ാമത്തെ ചോദ്യം നോക്കാം. 2024 സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് വയനാട് കേട്ടോ. 2024 സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് വയനാട്. 51ാമത്തെ ചോദ്യം, അദൃശ്യ നദി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ടി പത്മനാഭൻ കേട്ടോ. അദൃശ്യ നദി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ടി പത്മനാഭൻ. 52ാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം കേട്ടോ. ആശ്വാസം. ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. 53ാമത്തെ ചോദ്യം, ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ദബാരി കുരുവി കേട്ടോ. ദബാരി കുരുവിയാണ്. ഇരുള ഭാഷയിലാണ് ഇതുണ്ട് സിനിമ എടുത്തേക്കുന്നത് കേട്ടോ. ഇരുള ഭാഷയിൽ. 54ാമത്തെ ചോദ്യം, ജനുവരിയിൽ ഇന്ത്യയും UAEയും ഫ്രാൻസും തമ്മിൽ നടത്തിയ വ്യോമ അഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് കേട്ടോ. ഡെസേർട്ട് നൈറ്റ്. ജനുവരിയിൽ ഇന്ത്യയും UAEയും ഫ്രാൻസും തമ്മിൽ നടത്തിയ വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ്. 55ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് കേട്ടോ. മൈക്രോസോഫ്റ്റ് ആണ്. 56ാമത്തെ ചോദ്യം, മാലിദ്വീപിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു കേട്ടോ. മുഹമ്മദ് മുയിസു ആണ്. 57ാമത്തെ ചോദ്യം, ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി കേട്ടോ. മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി എന്ന പർവ്വതം എവിടെയാണ്? ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചാണ് ജനുവരിയിൽ. 58ാമത്തെ ചോദ്യം നോക്കാം. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ാമത്. 59ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യമാണ് അമേരിക്ക കേട്ടോ. അമേരിക്ക ഓർത്തിരിക്കുക. 60ാമത്തെ ചോദ്യം, ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ. 61ാമത്തെ ചോദ്യം, 2024 T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി USA ആൻഡ് വെസ്റ്റ് ഇൻഡീസ്. 62ാമത്തെ ചോദ്യം, സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസഡറായി നിയമിതനായത് റഫേൽ നദാലാണ് കേട്ടോ. റഫേൽ നദാലാണ്. സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസഡറായി നിയമിതനായതാണ് റഫേൽ നദാൽ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്